തൃശൂരിൽ ബിജെപിക്കെതിരെ വീണ്ടും കിറ്റ് വിവാദം. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ, സിപിഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അഞ്ചേരിച്ചിറ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ മാവേലി നാച്ചുറൽ എക്സ്ട്രാക്ട്സ് എന്ന അച്ചാർ കമ്പനി കേന്ദ്രീകരിച്ചാണ് 100-ൽ പരം കിറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്തത്. ഇതറിഞ്ഞ LDF പ്രവർത്തകർ വിതരണം തടഞ്ഞു. തുടർന്ന് പോലീസും തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന അവിൻസ് വർക്കിയുടെ സഹോദരൻ അനീഷിന്റേതാണ് സ്ഥാപനം. തയ്യാറാക്കിയ കിറ്റുകൾ പലതവണ ടെമ്പോ ട്രാവലറിൽ സമീപത്തെ പത്തനാപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിതരണം നടത്തിയെന്ന് LDF പ്രവർത്തകർ പറഞ്ഞു. സംഭവം അറിഞ്ഞ് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ, സിപിഎം തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥലത്തെത്തി. ജനാധിപത്യത്തെ കിറ്റും പണവും മറ്റും നൽകി അട്ടിമറിച്ച് കൃത്രിമ വിജയം നേടുവാനാണ് ബിജെപിയുടെ ശ്രമമെന്ന് വി.എസ്. സുനിൽകുമാർ ആരോപിച്ചു. ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെ നിരന്തരം പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ശക്തമല്ലാത്തതാണ് ഇത് ആവർത്തിക്കപ്പെടാൻ കാരണം. ഇതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും പരാതി നൽകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിന് മറുപടി പറയണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഇനിയും ഇത് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ നടത്തുന്നുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ തടയും. പക്ഷേ ഞങ്ങളല്ല തടയേണ്ടത്. തടഞ്ഞ് സംഘർഷം ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാതെ ഇത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യം. പോലീസും എല്ലാ സംവിധാനങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാണ്, ഗവൺമെൻറ് കീഴിലല്ല. അപ്പോൾ പോലീസിനെ കൊണ്ടും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും വ്യാപകമായ റെയ്ഡ് നടത്തി പോലീസ് ഇതിനകത്ത് നടപടി സ്വീകരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ, പോലീസല്ല, ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യേണ്ടത്. പോലീസ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇപ്പോൾ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്ന് കരുതിയിട്ട് പോലീസൊന്നും ഞങ്ങളുടെ കയ്യിലല്ല. പോലീസ് പൂർണ്ണമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലാണ്. ഇലക്ഷൻ കമ്മീഷനാണ് നടപടി എടുക്കേണ്ടത്. അത് ഞങ്ങളിങ്ങനെ ഇറങ്ങി സംഘർഷം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഇലക്ഷൻ സുഗമമായി നടക്കണമെന്നും ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ സംഘർഷം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സമാധാനപരമായി കാര്യങ്ങൾ നടക്കട്ടെ. തൊഴിലുറപ്പ് പണം അടക്കം നൽകുന്ന കേസുകൾ ഇപ്പോൾ പാലക്കാട് അടക്കം ഉണ്ടാകുന്നു. അല്ല, പാലക്കാട് ശോഭ തന്നെ ജനാധിപത്യത്തിൻ്റെ ശോഭ കെടുത്താൻ ഇറങ്ങിയല്ലോ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ശോഭ കെടുത്തുന്ന നമ്മുടെ ശോഭ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തേണ്ട ഉത്തരവാദിത്തം ആരെയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്ന് തടയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഞങ്ങളുടെ പ്രവർത്തകർ വരുമ്പോൾ അപ്പുറത്തുള്ള ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. ഇപ്പം ഇന്നലെ പെരിങ്ങോട്ടിൻ്റെ ഭാഗത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവിടെ പ്രാദേശികമായി സംഘർഷം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവാണ്. ഇപ്പോൾ പിന്നെ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ കൂടെ ഉണ്ടായിരുന്ന ആൾ പോയി പൈസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ സംഘർഷം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത് നടക്കില്ല ഈ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ എന്നൊരു തോന്നൽ എന്തുകൊണ്ട് BJPക്ക് ഉണ്ടാവുന്നില്ല? അതിനർത്ഥം ഞങ്ങൾക്കിത് പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു സന്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൂടി ഇതിൽ പങ്കുണ്ടെന്നത്. എന്താ സംശയം? ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടോ?